എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സൈക്കോളജി മോക്ക് ടെസ്റ്റ് പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 1 കാണാത്ത എല്ലാ കൂട്ടുകാരും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ, സമീപസ്ഥ വികസന മണ്ഡലം ZPD എന്ന ആശയം ആരുടേതാണ്? എന്താ ZPD? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന ആശയം ആരുടേതാണ്? എ ബ്രൂണർ, ബി പിയാഷെ, സി വൈഗോട്സ്കി, ഡി നോം ചോംസ്കി. ആരുടേതാണ്? നമുക്കറിയാം, വൈഗോട്സ്കി. 27 രചനാന്തര പ്രജനക വ്യാകരണം ആവിഷ്കരിച്ചത് ആര്? രചനാന്തര പ്രജനക വ്യാകരണം ആവിഷ്കരിച്ചത് ആര്? ആരാണ് ആവിഷ്കരിച്ചത്? നോം ചോംസ്കി. 28 പ്രതിഫലനാത്മക കുറിപ്പിൽ വരേണ്ടാത്തത് എന്ത്? 1 അധ്യാപകന്റെ കണ്ടെത്തലുകളും തിരിച്ചറിവുകളും, 2 തുടർ പ്രവർത്തനങ്ങളുടെ വിവരണം, 3 ആസൂത്രണത്തിലെ പിഴവുകൾ, 4 ചോദ്യോത്തരങ്ങൾ. എ 1ഉം 4ഉം, ബി 2ഉം 3ഉം, സി 3 മാത്രം, ഡി 4 മാത്രം. ഏതാണ് പ്രതിഫലനാത്മക കുറിപ്പിൽ വരേണ്ടാത്തത്? ഉത്തരം ഡി 4 മാത്രം. പ്രതിഫലനാത്മക കുറിപ്പിൽ എന്ത് വേണ്ട? ചോദ്യോത്തരങ്ങൾ വേണ്ട. 29 മനുഷ്യ ശിശുവിന് ഭാഷ ജന്മസിദ്ധമായി കിട്ടിയതാണെന്നും അതുകൊണ്ടാണ് മാതൃഭാഷയും മറ്റുള്ള ഭാഷകളും വേഗത്തിൽ സ്വായത്തമാക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടത്. മനുഷ്യ ശിശുവിന് ഭാഷ ജന്മസിദ്ധമായി കിട്ടിയതാണെന്നും അതുകൊണ്ടാണ് മാതൃഭാഷയും മറ്റുള്ള ഭാഷകളും വേഗത്തിൽ സ്വായത്തമാക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടത്. സി നോം ചോംസ്കി. ഉത്തരം നോം ചോംസ്കി. പഠനത്തിൽ ചാക്രികാരോഹണ രീതി അവതരിപ്പിച്ചത്? എ ബ്രൂണർ, ബി തൊണ്ടേക്ക്, സി വാട്സൺ, ഡി മോണ്ടിസോറി. ആരുടേതാണ് ചാക്രികാരോഹണ രീതി? നമുക്കറിയാം, എ ബ്രൂണർ. 31 വൈഗോട്സ്കി ശുപാർശ ചെയ്യുന്ന സഹപഠന രീതികളിൽ പെടാത്തത്? എ സഹകരണാത്മക പഠനം, ബി സംവാദാത്മക പഠനം, സി സഹവർത്തിത പഠനം, ഡി സമസംഘ പഠനം. ഏതാണ് ആൻസർ? സംവാദാത്മക പഠനം അല്ലേ? വൈഗോട്സ്കി ശുപാർശ ചെയ്യുന്ന സംഘപഠന രീതികളിൽ പെടാത്തത് ഏതാണ്? സംവാദാത്മക പഠനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിഫലനാത്മക കുറിപ്പിന്റെ പ്രയോജനമല്ലാത്തത് ഏത്? 1 തുടർ പ്രവർത്തനത്തിന് ദിശാബോധം നൽകുന്നു, CCE ക്രോഡീകരണത്തിന് ഉതകുന്നു, ക്ലാസ് മുറിയിൽ മേശപ്പുറത്ത് വയ്ക്കാം, 4 പ്രതിവാര SRG യോഗത്തിൽ അവതരിപ്പിക്കാം. ഏതാണ് ആൻസർ? ക്ലാസ് മുറിയിൽ മേശപ്പുറത്ത് വയ്ക്കാം. 33 പഠിതാവിൻ്റെ ഒരു വിഷയത്തിലുള്ള കഴിവിനെ പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ശോധകം. പഠിതാവിൻ്റെ ഒരു വിഷയത്തിലുള്ള കഴിവിനെ പരിശോധിക്കാൻ തയ്യാറാക്കുന്ന ശോധകം ഏതാണ്? സിദ്ധിശോധകം. ആൻസർ ബി സിദ്ധിശോധകം. 34 കുട്ടിയുടെ അക്കാദമികവും അല്ലാത്തതുമായ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സ്കോറുകളുടെ ഇടവേളയാണ്? എ മാർക്ക്, ബി ശരാശരി മാർക്ക്, സി ഗ്രേഡ്, ഡി ഡീഗ്രേഡിംഗ്. ഏതാണ് ഉത്തരം? ആൻസർ സി ഗ്രേഡ്. 35 ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിനിമയശേഷം കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നത്? ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വിനിമയശേഷം കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നത്? എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ബി വിലയിരുത്തൽ തന്നെ പഠനം, സി പഠനം തന്നെ വിലയിരുത്തൽ, ഡി പഠനത്തെ വിലയിരുത്തൽ. ഏതാണ് ആൻസർ? പഠനത്തെ വിലയിരുത്തൽ. ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിനിമയശേഷം കുട്ടി എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്നതാണ് പഠനത്തെ വിലയിരുത്തൽ. അടുത്ത ക്വസ്റ്റ്യൻ 36 കുട്ടിയുടെ സമഗ്രമായ പുരോഗതി വിലയിരുത്തുന്ന സമീപന രീതി. കുട്ടിയുടെ സമഗ്രമായ പുരോഗതി വിലയിരുത്തുന്ന സമീപന രീതി. എ പഠനത്തെ വിലയിരുത്തൽ, ബി ആത്യന്തിക മൂല്യനിർണ്ണയം, സി നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ, ഡി പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഏതാണ് ആൻസർ? ആൻസർ സി നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ. 37 മറ്റെല്ലാ ചേഷ്ടകളെയും പോലെ ഭാഷാ പഠനവും പ്രബലനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാര്? മറ്റെല്ലാ ചേഷ്ടകളെയും പോലെ ഭാഷാ പഠനവും പ്രബലനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാര്? ആൻസർ ബി സ്കിന്നർ.
38ാമത്തെ ക്വസ്റ്റ്യൻ 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ച് നാം സ്വീകരിച്ച ബോധന രീതികൾ. 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ച് നാം സ്വീകരിച്ച ബോധന രീതികൾ. എ. ഉത്ഗ്രഥിത സമീപനവും നിരന്തര വിലയിരുത്തലും. ബി. വിലയിരുത്തലും മൂല്യനിർണ്ണയവും. സി. ചോദ്യവും ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും. ഡി. ഉദാര സമീപനവും ഗണിത സമീപനവും. ഏതാണ് ആൻസർ? ഉദ്ഗ്രഥിത സമീപനവും നിരന്തര വിലയിരുത്തലും. 39ാമത്തെ ക്വസ്റ്റ്യൻ ഭാഷാ പഠനത്തിലൂടെ നേടേണ്ട അടിസ്ഥാന ശേഷികളുടെ ക്രമം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം, PSC മുന്നേ ചോദിച്ചതാണ്. ആൻസർ ബി. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. എങ്ങനെയാണ്? ആദ്യം ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഭാഷാ പഠനത്തിലൂടെ നേടേണ്ട അടിസ്ഥാന ശേഷികളുടെ ക്രമം: ശ്രവണം, ഭാഷണം, വായന, ലേഖനം. 40ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിയാഷെയുടെ അഭിപ്രായം. താഴെ പറയുന്നവയിൽ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിയാഷെയുടെ അഭിപ്രായം. ചിന്തയെ നിർണ്ണയിക്കുന്നത് ഭാഷയാണ്. ബി. ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ്. സി. ചിന്തയും ഭാഷയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട്. ഡി. ചിന്തയും ഭാഷയും സ്വാധീനിക്കുന്നില്ല. ഏതാണ് ആൻസർ? ആൻസർ ബി. ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ്. ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തം രീതിയിൽ പഠന പ്രക്രിയകളിൽ മുഴുകുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുകയും വളരുകയും ചെയ്യുന്നത് എന്ന നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ ഭാഷാ സിദ്ധാന്തം. സ്വന്തം രീതിയിൽ പഠന പ്രക്രിയകളിൽ മുഴുകുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുകയും വളരുകയും ചെയ്യുന്നത് എന്ന നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ ഭാഷാ സിദ്ധാന്തം. സി. ഭാഷാ സമഗ്രതാ ദർശനം. ഏതാണ് ആൻസർ? ആൻസർ സി. ഭാഷാ സമഗ്രതാ ദർശനം. 42ാമത്തെ ക്വസ്റ്റ്യൻ പഠനത്തിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകരോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലും എന്തു പേരിൽ അറിയപ്പെടുന്നു? പഠനത്തിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകരോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തലുകളും ഫീഡ്ബാക്ക് നൽകലും ഏത് പേരിൽ അറിയപ്പെടുന്നു? പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഓക്കെ, ഏതാണ് ഉത്തരം? പഠനത്തിന്റെ കാര്യക്ഷമതയ്ക്ക് വേണ്ടി അധ്യാപകരോ സഹപാഠികളോ നടത്തുന്ന വിലയിരുത്തലും ഫീഡ്ബാക്കും ഏത് പേരിൽ അറിയപ്പെടുന്നു? പഠനത്തിനായുള്ള വിലയിരുത്തൽ. 43 ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകൾക്ക് സമാനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റുകൾക്ക് സമാനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി. ജോൺ ലോക്ക്. 44 ഓരോ പഠിതാവിൻ്റെയും നിലവാരം മറ്റൊരു ഗ്രൂപ്പിലെ പഠിതാക്കളുടെ നിലവാരമായി തട്ടിച്ചു നോക്കുന്ന ഗ്രേഡിംഗ്. ഓരോ പഠിതാവിൻ്റെയും നിലവാരം മറ്റൊരു ഗ്രൂപ്പിലെ പഠിതാക്കളുടെ നിലവാരവുമായി തട്ടിച്ചു നോക്കുന്ന ഗ്രേഡിംഗ് ഏതാണ്? ഇതിൽ തന്നെ ഉണ്ട് ഉത്തരം അല്ലേ? ആപേക്ഷിക ഗ്രേഡിംഗ്. 45 ടീച്ചിങ് മാനുവലിൽ കുട്ടികളുടെ പ്രതികരണങ്ങൾ അധ്യാപിക രേഖപ്പെടുത്തുന്നത് എവിടെ? ടീച്ചിങ് മാനുവലിൽ കുട്ടികളുടെ പ്രതികരണങ്ങൾ അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? അധ്യാപകർ രേഖപ്പെടുത്തുന്നത് വിലയിരുത്തൽ പേജിൽ അല്ലേ? കുട്ടികളുടെ വിലയിരുത്തൽ പേജിൽ. പ്രാരംഭം, അവതരണം, താരതമ്യം, സാമാന്യവൽക്കരണം, പ്രയോഗം, പുനരവലോകനം എന്നിങ്ങനെ പഠനാസൂത്രണത്തിന് ഘട്ടങ്ങൾ നിശ്ചയിച്ചത് ആരാണ്? പഠനാസൂത്രണത്തിന് ഘട്ടങ്ങൾ നിശ്ചയിച്ചത് കാൾ റോജേഴ്സ്. ഉത്തരം സി. കാൾ റോജേഴ്സ്. ആരാണ്? ഹെർബർട്ട്. പ്രാരംഭം, അവതരണം, താരതമ്യം, സാമാന്യവൽക്കരണം, പ്രയോഗം, പുനരവലോകനം എന്നിങ്ങനെ പഠനാസൂത്രണത്തിന് ഘട്ടങ്ങൾ നിശ്ചയിച്ചത് ആൻസർ ബി. ഹെർബർട്ട്.
47ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ വിനിമയം ചെയ്യുന്ന പഠന പ്രവർത്തനം പ്രക്രിയ തിരിച്ച് വിവരിക്കുന്നത് എവിടെ? ക്ലാസ്സിൽ വിനിമയം ചെയ്യുന്ന പഠന പ്രവർത്തനം പ്രക്രിയ തിരിച്ച് വിവരിക്കുന്നത് എവിടെ? വിലയിരുത്തൽ പേജിൽ, പോർട്ട്ഫോളിയോവിൽ, പ്രക്രിയ പേജിൽ, പ്രാഥമിക വിവരങ്ങളിൽ. എവിടെയാണ്? പ്രക്രിയ പേജിൽ. ഒരു പാഠ്യവർഷത്തിൻ്റെയോ കോഴ്സിൻ്റെയോ സെമസ്റ്ററിൻ്റെയോ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം. ഒരു പാഠ്യവർഷത്തിൻ്റെയോ കോഴ്സിൻ്റെയോ സെമസ്റ്ററിൻ്റെയോ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം ഏതാണ്? ആത്യന്തിക മൂല്യനിർണ്ണയം. ആൻസർ ഡി. 50ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടി നേടേണ്ട ലക്ഷ്യങ്ങളായി നാം കണക്കാക്കുന്നവയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടി നേടേണ്ട ലക്ഷ്യങ്ങളായി നാം കണക്കാക്കുന്നതാണ് പഠന പ്രവർത്തനങ്ങൾ, പഠനാനുഭവങ്ങൾ, പഠന നേട്ടങ്ങൾ, പഠന പ്രക്രിയകൾ. ഏതാണ്? പഠന നേട്ടങ്ങൾ. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടി നേടേണ്ട ലക്ഷ്യങ്ങളായി നാം കണക്കാക്കുന്നതാണ് പഠന നേട്ടങ്ങൾ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1-2 ക്ലാസ്സുകളിൽ ഇന്നും പിന്തുടർന്നു വരുന്ന ബോധന രീതി ഏത്? 1-2 ക്ലാസ്സുകളിൽ ഇന്നും പിന്തുടർന്നു വരുന്ന ബോധന രീതി ഏത്? അക്ഷരാവതരണ രീതി, ആശയാവതരണ രീതി, വാക്യാവതരണ രീതി, ആശയദാന രീതി. ഏതാണ്? ആൻസർ ബി, ആശയാവതരണ രീതി. 50ാമത്തേൻ്റെ ആൻസർ ബി, ആശയാവതരണ രീതി. 1-2 ക്ലാസ്സുകളിൽ പിന്തുടരുന്ന ബോധന രീതിയാണ് ആശയാവതരണ രീതി. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.